റമദാനും നോമ്പും ഒക്കെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ബിരിയാണിയാണല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ബിരിയാണിയാണ് ഇന്നിവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബിരിയാണിയിലേക്കല്ല, നമുക്ക് വേണ്ടത് ഈ പാർസൽ ബിരിയാണി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു അടപ്പിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു അടപ്പ് ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാത്രം പോരാ, ഇതിൻ്റെ കൂടെ നമുക്ക് ബിരിയാണി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന തൈരും അച്ചാറൊക്കെ കിട്ടുന്ന ആ ചെറിയ കണ്ടെയ്നറിൻ്റെ ആ ഒരു അടപ്പ് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അതും ഒരു 5-6 എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു സിൽവർ കളറുള്ള ഭാഗം ഒരു മൂണിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ചെറിയൊരു പ്ലേറ്റോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ബൗളോ കമഴ്ത്തി വെച്ചിട്ട് നമുക്ക് ആ ഒരു മൂണിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ വരച്ചിട്ട് പിന്നെ കുറച്ച് വിട്ടതിന് ശേഷം വീണ്ടും വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു മൂണിൻ്റെ ഷേപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ ഫുൾ മൂണല്ല, നമുക്കറിയാമായിരിക്കും ഒരു ചന്ദ്രക്കലയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതിന് തിക്നെസ് ഇത്തിരി കുറവാണ്. അപ്പം നമുക്ക് തിക്കായി നിൽക്കേണ്ടത് കൊണ്ട് ഒരു കാർഡ്ബോർഡ് പീസും അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു സിൽവർ കളറിൽ വരുന്നത് അതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതേ പേപ്പറിൽ നിന്ന് തന്നെ നമുക്കൊരു സ്റ്റാറും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റാർ നമുക്ക് അധികം തിക്നെസ് ഒന്നും ആവശ്യമില്ല, സെയിം പേപ്പർ മാത്രം മതി, കാർഡ്ബോർഡ് വേണ്ട. അപ്പോൾ നമ്മുടെ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, മൂൺ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഇതേ സ്റ്റാറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ മൂണിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ആ സ്റ്റാർ നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ആ കണ്ടെയ്നറിൻ്റെ അടപ്പിലൊക്കെ നമുക്കൊന്ന് കളർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 തരം കളറാണ് എടുത്തിരിക്കുന്നത്, ബ്ലൂ, യെല്ലോ, റെഡ്. 3 വെച്ചിട്ടാണ് കളർ ചെയ്തെടുക്കുന്നത്. 3 റെഡ്, 3 ബ്ലൂ, 3 യെല്ലോ. 6 വലിയ സൈസും ബാക്കി 3 ചെറിയ സൈസുമാണ് ആ ഒരു കണ്ടെയ്നറിൻ്റെ അടപ്പ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കളർ ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഉണക്കിയെടുക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ എടുത്ത ആ ഒരു സിൽവറിൻ്റെ ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, അത് നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ആ ഒരു അടപ്പിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഫിക്സ് ചെയ്യേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടൊരു വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്, അതിങ്ങനെ 3 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു മൂണിൻ്റെ പിറകുവശത്തായിട്ട് ആ ഒരു ത്രെഡ് 3 ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഒരേ വിട്ടിട്ട് വേണം നമ്മൾ ആ ഒരു ത്രെഡ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഡയറക്റ്റ് ഗ്ലൂ ഗണ്ണിലേക്ക് ആ ഒരു ത്രെഡ് വച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അതിനുശേഷം ഒരു ചെറിയ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ഞാൻ വച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഓരോരോ അടപ്പുകൾ അതിൻ്റെ മുകളിൽ വെച്ച് ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല അടിപൊളി ഒരു വാൾ ഹാങ്ങിങ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കുട്ടി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.